നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളും ഒക്കെ നടക്കാറുണ്ട്. രാത്രികാല ആഘോഷങ്ങൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. എന്നാൽ ആഘോഷങ്ങളുടെ ബാഹുല്യം കൂടുകയും അതിന്റെ ഡെസിബൽ ഇൻ ദ സെൻസ് വോളിയം കൂടുകയും ചെയ്ത് നാട്ടുകാർക്ക് കിടക്കപ്പുറതിയില്ലാതെ വന്നപ്പോൾ ഹൈക്കോടതി തന്നെ തീരുമാനമെടുത്തു, ഇനി 10 മണിക്ക് ശേഷം ഇവിടെ ഒരു പ്രോഗ്രാമും വേണ്ട, നടത്തിക്കോ, പക്ഷേ സൗണ്ട് വെളിയിൽ കേൾക്കാൻ പറ്റത്തില്ല. വീടിനകത്തായാലും അവനവൻ്റെ റൂമിനകത്ത് കേൾക്കത്തക്ക രീതിയിൽ, അവനവൻ്റെ കോമ്പൗണ്ടിനകത്ത് കേൾക്കത്തക്ക രീതിയിൽ മറ്റൊരാൾക്ക് ശല്യം ഉണ്ടാകാത്ത തരത്തിൽ വോളിയം വെക്കുക. അത് എല്ലായിടത്തും ഒരേപോലെ നിഷ്കർഷിച്ചു. പ്രത്യേകിച്ചും അമ്പലങ്ങളിലും പള്ളികളിലും. അവിടെയാണല്ലോ കൂടുതലും മൈക്ക് സെറ്റും കാര്യങ്ങളും ബാൻഡ് മേളവും അതും ഗാനമേള, പാട്ട്, അത് ഇതെന്ന് പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. അതുമാത്രമല്ല, അമ്പലത്തിലൊക്കെ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രാത്രി 1 മണി അത് ഓഫ് ചെയ്യത്തില്ല. രാവിലെ 5 മണി കിടക്കുന്ന സംഭവം രാത്രി 1 മണിക്ക് ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ പള്ളിയിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ 1 മണിയായിരുന്നു കണക്ക് ഒരു കാലഘട്ടം വരെ. എന്നാൽ പോലീസ് അങ്ങ് അരയും തലയും മുറുക്കി ലാത്തിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി 10 മണിക്ക് ശേഷം ഒരു പ്രോഗ്രാം നടത്തത്തില്ല എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അത് കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ കേരളത്തിലുടനീളം നടക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ നടന്ന സ്റ്റുഡൻറ് വിസ്ഡം അസോസിയേഷൻ, അതായത് വിസ്ഡം സ്റ്റുഡൻസ് അസോസിയേഷന്റെ ഒരു പ്രോഗ്രാം, അത് മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിനുള്ള അവബോധവും കാര്യങ്ങളും വളരെ ഗംഭീരമായിട്ട് അവർ നടത്തിയ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം 10 മണിക്ക് ശേഷം നീണ്ടു. അപ്പോൾ ഇതാ പോലീസ് അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഈ പ്രോഗ്രാം ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് വളരെ പ്രതിഷേധമുണ്ടാക്കി. അതിനെതിരെ ഭയങ്കര വാർത്തകളും കാര്യങ്ങളൊക്കെ സംബന്ധിച്ചു. അവിടെ നടത്തിയ ആ ഒരു ജമാഅത്തിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ജമാഅത്തിന്റെ ഒരു സംഘാടനത്തിലാണ് നടന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു നേതാവ് പറഞ്ഞത്, വളരെ മോശമായി പോയി, പോലീസ് കുറച്ചുകൂടെ മാന്യത പാലിക്കണം, അല്ലെങ്കിൽ പോലീസ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, കുറച്ചുകൂടെ നേരം അവർക്ക് വെയിറ്റ് ചെയ്യാതിൽ എന്താ എന്നൊരു ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കുകയുണ്ടായി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു ഹൈക്കോടതി പാസ്സാക്കിയ ഒരു നിയമമാണ്. ഇത് കാലങ്ങളായിട്ട് ആൾക്കാരുടെ പ്രതിഷേധവും പരാതിയും കാലങ്ങളായിട്ട് ഹർജി നൽകി പാസ്സാക്കിയെടുത്തൊരു നിയമമാണ്. കാരണം ആൾക്കാർക്ക് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലുള്ള പരിപാടികളായിരുന്നു. കുഞ്ഞുങ്ങളുണ്ട്, വീടുകളിൽ കുഞ്ഞുങ്ങളുള്ളവരുണ്ട്, ഹാർട്ട് പേഷ്യൻസ് ഉള്ളവരുണ്ട്, ഉറക്കം വേണ്ട ആൾക്കാരുണ്ട്. അങ്ങനെ പല വീടുകളിൽ പലതരത്തിലുള്ള ആൾക്കാർ താമസിക്കുന്ന നാടാണ്. ആരോഗ്യ കേരളം എന്ന് പാട്ടിൽ മാത്രമേ ഉള്ളൂ നാഷണൽ ഹെൽത്ത് മിഷന്റെ, പക്ഷെ ആരോഗ്യ കേരളം അല്ല നമ്മുടേത്. ഒരുപാട് രോഗികളുള്ള കേരളമാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ള കേരളമാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിനും ആ രോഗികളുടെ ശാന്തതയ്ക്കും വല്ല ഹാർട്ട് അറ്റാക്കും വന്നവർ മരിച്ചു ആര് സമാധാനം പറയും? ഈ അമ്പലത്തിന് ചുറ്റും അല്ലെങ്കിൽ പള്ളിക്ക് ചുറ്റും ഒരുപാട് ജനവാസ കേന്ദ്രങ്ങളുടെ നടുക്കായിരിക്കും അമ്പലങ്ങൾ എന്ന് പറയുന്നത്. ഒറ്റപ്പെട്ട ദൂരെയുള്ള അമ്പലങ്ങൾ വളരെ കുറവാണ്. പള്ളികളായാലും അമ്പലങ്ങളായാലും മോസ്കുകളായാലും ജനവാസ കേന്ദ്രത്തിന് അടുത്ത് തന്നെയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ പാർട്ടി സമ്മേളനം ആയാലും ഈ നിയമത്തിന് മുൻപ് ഏത് പാർട്ടിയുടെ സമ്മേളനങ്ങൾ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു അസോസിയേഷന്റെ പ്രോഗ്രാം എടുത്താലും 12-1 മണി ഒരു പ്രോഗ്രാം നീളുകയും അത് ആൾക്കാർക്ക് ഒരു പൊതുജന ശല്യമായി മാറുകയും ചെയ്തതോടുകൂടിയാണ് ഹൈക്കോടതി സ്ട്രിക്റ്റ് നിലപാട് പോലീസിനെ ഏൽപ്പിച്ചത്. പോലീസ് അത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. അത് തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ വിസ്ഡമിന്റെ അസോസിയേഷൻ പരാതിപ്പെടുന്നത് പോലെ അവരങ്ങനെ ആക്രോശിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പോലീസ് വളരെ മാന്യമായിട്ട് 4, 5, 6 പോലീസുകാർ, ഒരു വണ്ടി പോലീസുകാർ അവിടെ ചെല്ലുന്നു, ഒരു ജീപ്പിലുള്ള പോലീസുകാർ അവിടെ ചെല്ലുന്നു. ആ വീഡിയോയിൽ വ്യക്തമാണ്. വളരെ മാന്യമായിട്ട് അവർ ആ സ്റ്റേജിൽ ചെന്ന് അതിന്റെ സംഘാടകരോട് പറയുന്നു, സത്യത്തിൽ പോലീസുകാരെ കൊണ്ട് എന്തിനാണ് ഇത് പറയിപ്പിക്കുന്നത്? ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ സംഘാടകരെയാണ് ഇതിന് ആദ്യം പറയേണ്ടത്. ഒരു പരിപാടി നമ്മൾ ചാർട്ട് ചെയ്യുമ്പോൾ അത് 5 മണി തൊട്ട് 9 മണിക്ക് നിർത്തണമെന്ന് അല്ലെങ്കിൽ 9:30 നിർത്തിയാണെന്ന് ഷെഡ്യൂൾ ചെയ്താൽ മാത്രമേ പരിപാടിയാണ് ചിലപ്പോൾ 5-10 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാം, അത് മാറാം. അപ്പൊ അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പരിപാടി ഒരു 9:30 അല്ലെങ്കിൽ 9 മണിക്കോ നിർത്തട്ട രീതിയിൽ സംഘടനാപരമായ പ്രാഗൽഭ്യം കാട്ടുന്നത് സംഘാടകരായിരുന്നു. അവിടെ വരുന്ന കാണികൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാണികൾ കാണാൻ വേണ്ടിയും കേൾക്കാൻ വേണ്ടി വരുന്നവരാണ്. മയക്കുമരുന്നിന്റെ അവബോധമൊക്കെ നല്ലത് തന്നെയാണ്. കേരളം അവർ ചെയ്താലും നല്ലത് തന്നെ. പെരിന്തൽമണ്ണ വേണ്ട, അങ്ങ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലോ എവിടാന്ന് വെച്ചാൽ അവർ നടത്തിക്കോട്ടെ, നല്ല കാര്യം തന്നെ. പക്ഷേ അത് ഇവരുടെ മാത്രം ഒരു പരാതിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പല അമ്പലങ്ങളിലും ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലീസിന് തല്ലുന്ന രംഗങ്ങൾ വരെ നമ്മൾ ക്യാമറയിൽ കാണുകയുണ്ടായി കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അമ്പലങ്ങളിൽ. പെരിന്തൽമണ്ണയിൽ മാത്രമല്ല, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയും ഇതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസുകാർ 10 മണിക്ക് വന്ന് പ്രോഗ്രാം നിർത്തുന്നു. പോലീസുകാർക്ക് എന്താണ്? നാട്ടുകാർക്ക് പ്രശ്നം കൂടിയിട്ടാണ് നാട്ടുകാരെ ഹൈക്കോടതിയിൽ കൊണ്ട് പരാതി കൊടുത്തത്. അതുകൊണ്ടാണ് അത് ഒരു പൊതു പരാതിയായിട്ട് കണക്കിലെടുത്തുകൊണ്ട് ഹൈക്കോടതി ഇങ്ങനൊരു നിയമം പാസ്സാക്കിയത്. ഒരു നിയമമാണ്, ഇത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. ട്രാഫിക് നിയമങ്ങൾ പോലെ, റോഡ് നിയമങ്ങൾ പോലെ, സുരക്ഷാ നിയമങ്ങൾ പോലെ ഇതും ഒരു നിയമമാണ്. ഇത് പോലീസുകാർക്ക് നടപ്പിലാക്കിയേ പറ്റൂ. ശരിയാണ്, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ആലപ്പുഴ കുറ്റംകുളങ്ങര അമ്പലത്തിലെ ഗംഗ എന്ന് പറഞ്ഞൊരു നല്ല കുഞ്ഞു വയലിനിസ്റ്റ്, ആ കുഞ്ഞിന്റെ മുഖം ആരും മറക്കില്ല, അവള് വയലിൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലീസുകാരെ ആക്രോശിച്ചു. സംഘാടകരുടെ ചെന്ന് പറയുന്നു, ഈ വയലിൻ ഇവിടെ നിർത്തണം. പോലീസുകാരെ ആക്രോശിക്കുന്നതൊന്നും വീഡിയോയിലില്ല. പക്ഷേ പോലീസുകാരെ കണ്ടുകൊണ്ട് ആ പെൺകുട്ടിയുടെ മുഖം വിവരണമാകുന്നുള്ളൊരു കുഞ്ഞുകുട്ടിയാണ്. ആ കുട്ടി വിവരണമാകുന്ന നമ്മളൊക്കെ കാണുന്നുണ്ട്. അത് വലിയ വൈറലാകുകയുണ്ടായി. പക്ഷേ ഇതിന്റെയൊക്കെ കുഴപ്പക്കാർ സംഘാടകരാണ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരോ പ്രസംഗം നടത്തുന്നവരോ അല്ലെങ്കിൽ ഇതിലെ കാണികളോ അല്ല. സംഘാടകരാണ് ഇതിന്റെ സമയം നിശ്ചയിക്കേണ്ടത്. സംഘാടകർ കൃത്യമായിട്ട് വരുന്ന പ്രാസംഗികരോടായാലും പരിപാടി നടത്തുന്ന പാട്ടുകാരോടായാലും ഡാൻസുകാരോടായാലും
പ്രവർത്തകരായാലും വയലിനിസ്റ്റുകളായാലും അത് എത്ര പ്രഗത്ഭരോ പ്രശസ്തരോ ആയിക്കൊള്ളട്ടെ ഇത് നിർത്തണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അതിനനുസരിച്ച് അവരുടെ കാര്യങ്ങൾ അവർ ക്രോഡീകരിക്കണം. ആ ക്രോഡീകരണത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഇതിപ്പോ ഇന്നലെയോ ഇന്നോ പോലീസുകാർ തുടങ്ങിയതല്ല. ഈ നിയമം വന്നതിന് ശേഷം കഴിഞ്ഞ കുറച്ച് നാളുകളായി, കുറച്ച് വർഷങ്ങളായിട്ട് പോലീസ് എല്ലായിടത്തും ചെന്ന് കൃത്യമായിട്ട് അമ്പലങ്ങളും പള്ളികളും ഉള്ളിടത്ത് കൃത്യമായിട്ട് പോലീസ് വണ്ടി അവിടെ കാണും. കറക്റ്റ് 9 അത് നിർത്തണമെന്ന ഒരു വളരെ മര്യാദപൂർവ്വമാണ് മിക്ക സംഘാടകരോട് ചെന്ന് പറയുന്നത്. ഒട്ടും അനുസരിക്കാത്ത ചില ലോക്കലായിട്ടുള്ള ആൾക്കാരോട് മാത്രമാണ് പോലീസുകാർ കട്ടിയായിട്ട് റഫായിട്ട് ഇടപെടുന്നത്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനിങ്ങനെ വിമർശനാത്മകമായിട്ട് സമീപിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിയമങ്ങൾ അനുസരിക്കാനുള്ളതാണ്. അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങൾ തന്നെ കൊടുത്തതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ വരുത്തിയ ഒരു നിയമമാണ്. അത് എല്ലാവരുടെയും ആൾക്കാർ സുഖമായി സുഖനിദ്രയിൽ ഉറങ്ങട്ടെ. ആകപ്പാടെ നമുക്ക് ശാന്തമായി കിട്ടുന്ന ഒരേ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ 6-7-8 മണിക്കൂറുള്ള ഒരു ഉറക്കം മാത്രമാണ് ഒരു മനുഷ്യ ജീവിതം എന്ന് മനുഷ്യ ജീവിതത്തിൽ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്കിലും ഒന്ന് സുഖമായി ഉറങ്ങട്ടെ. ബാക്കി ഉറക്കം ഉണർന്നതിന് ശേഷം ആയിക്കൂടെ